അപ്പോൾ നിങ്ങൾ നല്ല ഹെയർ ഫോൾ ആണോ? എനിക്കും എൻ്റെ വൈഫിനും നല്ല ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം ചെയ്ത് സക്സസ്ഫുൾ ആയപ്പോഴാണ് ഞങ്ങളുടെ മുടി കൊഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും, മുടി കൊഴിച്ചിലുള്ള എല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബയോട്ടിൻ PRPയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ബ്ലഡ് എടുക്കുന്ന സ്റ്റെപ്പ്. ചേച്ചി ആവട്ടാ, കുഴിമന്തി തരാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ലാസ്റ്റ് എടുക്കാം. ആദ്യം ചേച്ചി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് സത്യം ഇരിക്കുന്നുണ്ട്. ഓക്കെ 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 യെസ്. ബലം പിടിക്കരുത്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ശരിക്കും പെയിനോ ഫീൽ ചെയ്യുന്നില്ല, ഉറപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബയോട്ടിൻ PRPക്കുള്ള ബ്ലഡ് എടുത്തു കഴിഞ്ഞ് വേലടാ വേല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വരുന്ന രണ്ടാമത്തെ PRP ആണ്, ബയോട്ടിൻ PRP ആണിത്. അപ്പോൾ ഞാൻ ഓൾവേസ് വരുമ്പോൾ എൻ്റെ ഇപ്പോൾ 2 പേരുണ്ടാവാറുണ്ട്. എന്നെ PRP ചെയ്യാൻ കൊണ്ടുവന്നത് ഇർഫാമൂസ, അതേപോലെ തന്നെ അട്ടള. ഇത് കഴിഞ്ഞിട്ട് മെച്ചപ്പെടാം. ഇവൻ ഇത് ഇങ്ങനത്തെ ഒരു ബയോട്ടിൻ PRP ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കാരണം വെച്ചാൽ ഇവൻ ഇപ്പോൾ കല്യാണം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം അയച്ചുമ്പോൾ മുടി കൊഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയും. അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ട് മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ആദ്യമായിട്ട് ബയോട്ടിൻ PRP കണ്ടുപിടിക്കുന്നത്. എനിക്കിങ്ങനെ കൂട്ടാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഡീജെ, ശരിക്കും ആരാണ് PRP ചെയ്യേണ്ടത്? കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായമാണ്, കല്യാണത്തിന് മുമ്പ് മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് PRP ചെയ്യാം. അല്ലെങ്കിൽ പാതുവാസിനെ പോലെ ഒരു ലുക്ക് വേണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ PRP ചെയ്യണ്ടേ പറഞ്ഞിട്ട്. അപ്പൊ ഇതേപോലത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്ക്, അവർ പറഞ്ഞു ചെയ്യട്ടെ അല്ലേ. എന്തൊക്കെ മറന്നാലും എൻ്റെ വൈഫ് ഒരു മാസത്തിൽ ഈ ഒരു ദിവസം ആകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കും, ഒരാഴ്ച മുമ്പ് ഓർമ്മിക്കും, വാ പോവാ PRP ചെയ്യാൻ പോവാ. അതിന് ഒറ്റ കാരണമുള്ളൂ, രാവിലെ ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോൾ എന്നേക്കാളും കൂടുതൽ ഒരു ദിവസത്തിൽ മുടി കൊഴിയുന്നത് എൻ്റെ വൈഫിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സെഷന് വരാറ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വരുന്ന രണ്ടാമത്തെ സെഷനല്ല വരുന്നത്. അപ്പോൾ നമ്മുടെ തലയിലത്തെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും PRP ചെയ്യേണ്ടത്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ബോഡി പാർട്ടിന് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ബയോട്ടിൻ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അത് നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് ശരിക്കും PRP. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ നമുക്ക് PRP ചെയ്യുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ PRP ചെയ്യുന്ന ടീം Densitae നമുക്ക് വൈബ്രേറ്റർ തലയിൽ വെച്ചിട്ടാണ് PRP ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു റിലീഫാണ്, നമുക്ക് ശരിക്കും പെയിൻ ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഭാര്യനെ പേടിയുള്ളവർ, അല്ല ഭാര്യനെ ഇഷ്ടമുള്ളവർ, പിന്നെ അതേപോലെ തന്നെ ഭാര്യയുടെ മുടി കൊഴിയാണ്ട് സംരക്ഷിക്കണം എന്നാഗ്രഹമുള്ളവർ എൻ്റെ പോലെ ഭാര്യമാരെയും കൊണ്ട് ഇതേപോലെ PRP ഒക്കെ ചെയ്യാൻ വേണ്ടി വരും. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ ഹൈക്കോടതിയിലെടുത്ത് ഡെൻസിറ്റേലാണ്. നല്ല ഹെയർ ഫോൾ ഉള്ളതാണെങ്കിൽ എന്തായാലും ചെയ്യാം, നോട്ട് സൈഡ് എഫക്റ്റും ഇല്ല. ലേഡീസിനും ജെൻസിനും ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ റിക്വസ്റ്റ്, നിങ്ങളുടെ നല്ലോണം മുടി കൊഴിഞ്ഞു പോകണം വിഷമിക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് എന്തായാലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം.